സെക്സിലുള്ള താല്പര്യം പുരുഷന്മാരെക്കാട്ടിൽ വേഗത്തിൽ നഷ്ടമാകുന്നത് സ്ത്രീകൾക്കാണ്. എന്താണ് ഇതിന്റെ കാരണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് സെക്സിൽ താല്പര്യം കുറവായതുകൊണ്ടാണോ? ഇത് കേൾക്കുന്ന പുരുഷന്മാരൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ സ്വയംഭോഗം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോഴോ ഒക്കെ ആ ശുക്ലവിസർജനത്തോടൊപ്പം സംഭവിക്കുന്ന രതിമൂർച്ച എന്ന് പറയുന്ന പ്രതിഭാസം, അതായത് നിങ്ങളുടെ ശരീരമാസകലം ഉണ്ടാകുന്ന ആ ഒരു സുഖകരമായിട്ടുള്ള ഒരു അനുഭൂതി, അത് നിങ്ങൾക്ക് സ്വയംഭോഗം ചെയ്യുമ്പോഴും പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോഴും ഒക്കെ ഉണ്ടാകുന്നില്ലായിരുന്നെങ്കിൽ എത്ര പുരുഷന്മാർക്ക് സെക്സിൽ ഏർപ്പെടാനും സ്വയംഭോഗം ചെയ്യാനും ഒക്കെ താല്പര്യം തന്നെ ഉണ്ടാകും? ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് പുരുഷന്മാരുമായിട്ട് സെക്സിൽ ഏർപ്പെടുന്ന ഒട്ടുമിക്ക സ്ത്രീകളുടെയും കാര്യം. ഇംഗ്ലീഷിൽ ഇതിന് പറയുന്ന പേരാണ് ഓർഗാസം ഗ്യാപ്പ് അഥവാ രതിമൂർച്ചയിലെ അന്തരം. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്ററും നോൺ മെഡിക്കൽ സെക്ഷുവൽ ഹെൽത്ത് കൺസൾട്ടൻറ്റുമാണ്. വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ലൈംഗിക പ്രശ്നങ്ങളിൽ 90% പരിഹരിക്കുവാൻ നിങ്ങൾക്കൊരു ഡോക്ടറിൻ്റെയോ മരുന്നിൻ്റെയോ ഒന്നും സഹായം ആവശ്യമില്ല. അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ശരിയായ അറിവും എന്തുകൊണ്ടാണ് ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന ഒരു നോൺ മെഡിക്കൽ സെക്ഷുവൽ ഹെൽത്ത് കൺസൾട്ടേഷന് മാത്രം മതി. പക്ഷേ ഈ ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട ശാസ്ത്രീയമായ പരിജ്ഞാനവും ഈ ലൈംഗികതയെ പറ്റിയുള്ള സദാചാര കാഴ്ചപ്പാട് മാറ്റുവാൻ സഹായിക്കുന്ന ട്രെയിനിങ്ങും ഒന്നും ഇന്നും ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റുകളോ ഒന്നും അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സേവനം നൽകുവാൻ അവർക്ക് സാധ്യവുമല്ല. ഈ ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കി അവർ പുറത്തു പറയാൻ മടി കാണിക്കുന്ന ലൈംഗിക പ്രശ്നങ്ങൾ നാണക്കേടോ കുറ്റബോധമോ അപമാന ഭയമോ ഒന്നും കൂടാതെ സ്വകാര്യതയിൽ സുരക്ഷിതമായിട്ട് മരുന്നുകൾ ഒന്നും കൂടാതെ പരിഹാരം കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് വിബോക്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സെക്സ് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക മനുഷ്യരുടെയും മനസ്സിൽ വരുന്ന ഒരു ചിത്രം ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ്. സ്ത്രീകൾക്ക് രതിമൂർച്ച ലഭിക്കാത്തതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സമൂഹത്തിൻ്റെ ഈ ഒരു കാഴ്ചപ്പാടാണ്. കാരണം ഈ ഒരു ലൈംഗിക പ്രവൃത്തിയിലൂടെ സന്താനോൽപാദനവും പുരുഷൻ്റെ രതിമൂർച്ചയും മാത്രമേ പലപ്പോഴും ഉണ്ടാകാറുള്ളൂ. പഠനങ്ങൾ പ്രകാരം സ്വയംഭോഗം ചെയ്യുമ്പോൾ വെറും 2% സ്ത്രീകൾ മാത്രമേ, അതായത് 100-ൽ 2 സ്ത്രീകൾ മാത്രമേ യോനിക്കുള്ളിൽ ലിംഗത്തിന് സമാനമായിട്ടുള്ള വസ്തുക്കൾ പ്രവേശിപ്പിച്ച് സ്വയംഭോഗം ചെയ്യാറുള്ളൂ. ബാക്കി 98% സ്ത്രീകളും സ്വയംഭോഗം ചെയ്യുന്നത് യോനിക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന, ഇംഗ്ലീഷിൽ വൾവ എന്ന് വിളിക്കുന്ന പ്രദേശത്തിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്രിസരിയിൽ സ്പർശിച്ചുകൊണ്ടാണ്. അതിൻ്റെ കാരണം അവരുടെ ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായതുകൊണ്ടല്ല, മറിച്ച് പ്രകൃതി ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ശരീരം ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലായതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ ഒരു രതിമൂർച്ചയിലെത്തുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കാത്ത ഒരു പുരുഷന് ഒരു സ്ത്രീയെ രതിമൂർച്ചയിലെത്തുവാൻ സാധിക്കത്തില്ല. ഇവിടെ സത്യത്തിൽ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും ഈ രതിമൂർച്ച അന്തരത്തിൽ ഒരു പങ്കുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ ക്രിസരിയുടെ ഉത്തേജനത്തിലൂടെയാണ് സ്ത്രീകൾക്ക് രതിമൂർച്ച ലഭിക്കുന്നത് എന്ന് അറിയാവുന്ന സ്ത്രീകൾ പോലും ഒരു പുരുഷനുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോൾ ചിന്തിക്കുന്നത് അവർക്ക് യോനിയിലൂടെ രതിമൂർച്ച ലഭിക്കണം എന്നാണ്. അങ്ങനെ അത് ഒരു നിരാശയിലോട്ടൊക്കെ നയിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു അവസ്ഥ ഒഴിവാക്കാനായിട്ട് ഒരു പുരുഷന് സെക്സിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തൻ്റെ പങ്കാളിയുടെ യോനിക്കുള്ളിലെ ആദ്യത്തെ 2-3 ഇഞ്ചിന് ഉള്ളിൽ മാത്രമായിട്ട് സ്ഥിതി ചെയ്യുന്ന വികാരമുണർത്തുന്ന നെർവ് എൻഡിങ്സുകൾ കൈവിരലുകൾ കൊണ്ട് ഉത്തേജിപ്പിക്കാവുന്നതാണ്. ഈ ജി സ്പോട്ട് എന്ന് വിളിക്കുന്ന ജി സോണിൻ്റെ ഉത്തേജനത്തിനും ഇതേ ടെക്നിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പിന്നീട് സെക്സിൽ ഏർപ്പെടുമ്പോൾ ഒരു രതിമൂർച്ചയിലെത്താനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. വേറൊരു മാർഗം സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ ക്രിസരിയെ ഉത്തേജിപ്പിക്കുകയാണ്. ഇത് സ്ത്രീക്കോ പുരുഷനോ ചെയ്യാവുന്നതാണ്. പല ദമ്പതികൾക്കും അറിഞ്ഞുകൂടാത്ത വേറൊരു പ്രധാന കാര്യമാണ് ഈ ക്ലിറ്ററൽ വെജിനൽ ഡിസ്റ്റൻസ്, അതായത് ഈ ക്രിസരിയും യോനിയും തമ്മിലുള്ള ഒരു ദൂരം. ചില സ്ത്രീകൾക്ക് ക്രിസരി അവരുടെ യോനിയിൽ നിന്നും ദൂരത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഇതിന് പറയുന്നത് തംബ് റൂൾ എന്നാണ്. അതായത് നിങ്ങളുടെ തള്ളവിരലിനെക്കാട്ടിലും ദൂരത്തിലാണ് ക്രിസരി യോനിയിൽ നിന്നും സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അവിടെ മിക്ക സ്ത്രീകൾക്കും ഒരു ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിലൂടെ മാത്രം രതിമൂർച്ച ലഭിക്കത്തില്ല. കാരണം ദൂരം കൂടുന്നതിനനുസരിച്ച് ആ ലൈംഗിക ബന്ധത്തിനിടയിൽ ക്രിസരിയെ ഉത്തേജിപ്പിക്കാൻ വേണ്ട സമ്മർദ്ദം ലഭിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു വിഷയത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഒരു സ്ത്രീയെ രതിമൂർച്ചയിലെത്തിക്കുവാൻ എല്ലാ പുരുഷന്മാരും ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട 2 പ്രധാന കാര്യങ്ങൾ. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.